ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2026 വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിന് വേണ്ടി കരുത്തരായ ബ്രസീൽ നാളെ ഇറങ്ങുകയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ബ്രസീലും ബൊളീവിയയും തമ്മിൽ ഏറ്റുമുട്ടുക. ബൊളീവിയയുടെ മൈതാനമായ എൽ ആൾട്ടോ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള അവസാന ട്രെയിനിങ് സെഷനും ഇപ്പോൾ ബ്രസീലിന്റെ ടീം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ടീം വരുന്നത്. ഏതായാലും നിരവധി മാറ്റങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്താൻ ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പ്ലേയിങ് 11-ലെ 9 താരങ്ങൾക്കും സ്ഥാനം നഷ്ടമാവുകയാണ്. പകരം പുതിയ 9 താരങ്ങളെയാണ് അദ്ദേഹം പ്ലേയിങ് 11-ൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ബ്രസീലിന്റെ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നുമില്ല. ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോ റിബേറോ, ഫാബ്രിസിയോ ബ്രൂണോ എന്നിവരായിരിക്കും വരിക. അതായത് മാർക്കീഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ് എന്നിവർക്ക് പുറത്തിരിക്കേണ്ടി വരും. പകരം അലക്സാൻഡ്രോ റിബേറോ, ഫാബ്രിസിയോ ബ്രൂണോ എന്നിവരാണ് വരിക. ഇനി ഇടത് വിംഗ് ബാക്ക് പൊസിഷനിൽ കയോ ഹെൻറിക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം, നേരത്തെ ഡഗ്ലസ് സാന്റോസ് ആയിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇനി വലത് വിംഗ് ബാക്ക് പൊസിഷനിൽ വെസ്ലി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പകരം വിറ്റീഞ്ഞോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. വെസ്ലിക്ക് ഇപ്പോൾ പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് വിറ്റീഞ്ഞോക്ക് ഇപ്പോൾ നറുക്ക് വീഴുന്നത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസമിറോ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. പകരം ചെൽസി താരമായ ആൻഡ്രെ സാന്റോസിനാണ് നറുക്ക് വീഴുക. ബ്രൂണോ ഗൊയ്മറസ് അവിടെ ഉണ്ടാകും. ഇനി ലുക്കാസ് പക്കേറ്റ ആയിരിക്കും റാഫീഞ്ഞയുടെ ഒരു പൊസിഷനിൽ കളിക്കുക. അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും ലുക്കാസ് പക്കേറ്റ് വരിക. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലത് വിങ്ങിൽ ലൂയിസ് ഹെൻറിക്കെയാണ് വരിക. അതായത് എസ്റ്റവായോ വില്യൻ കളിച്ച പൊസിഷനിൽ ലൂയിസ് ഹെൻറിക്കക്ക് നറുക്ക് വീഴും എന്നുള്ളതാണ്. ജാവോ പെഡ്രോ ആയിരുന്നു നേരത്തെ സ്ട്രൈക്കർ പൊസിഷനിൽ ഉണ്ടായിരുന്നത്. അവിടെ റിച്ചാർലിസണെ ഉപയോഗപ്പെടുത്താനാണ് കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇടത് വിങ്ങർ ആയിക്കൊണ്ട് സാമുവൽ ലിനോ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ഉണ്ടാവില്ല, പകരം സാമുവൽ ലിനോയാണ് ഇടം നേടുക. ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു ലൈനപ്പ് വരുന്നത്. നിരവധി മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പ്രധാനപ്പെട്ട താരങ്ങൾക്ക് എല്ലാവർക്കും വിശ്രമം നൽകാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലേതുപോലെയുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.